CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരിയിൽ എല്ലാ ബസ്സുകളും പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തണം. ചൊവ്വാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിലാണ് തീരുമാനം. മെയ് 30 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുത്തുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ചുകളിൽ വ്യാപക സംഘർഷം. മലപ്പുറത്ത് പ്രകടനമായി എത്തിയ SFI പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. നിലമ്പൂർ കാക്കാടംപൊയിൽ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് പെട്ടെന്ന് തീപിടിച്ചു. കള്ളിപ്പാറയ്ക്കും പീടികപ്പാറയ്ക്കും ഇടയിലാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ തീ പടരുന്നതിന് മുൻപ് തന്നെ സമയത്ത് പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ചെർപ്പുളശ്ശേരി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ കവിരാജ്. ലൈസൻസ് സസ്പെൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളോട് വളരെ സഗൗരവം വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം. നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാൻ തയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾ ഇവിടെ വെക്കുന്ന സജഷൻ അംഗീകരിച്ചു പോകണം, യാതൊരു മാറ്റവും. അത് പോലീസിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് പുതിയൊരു നമ്മുടെ സ്റ്റാൻഡ് പണിഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങൾ കൊണ്ട്. നിങ്ങളെല്ലാവരും അവിടേക്ക് വരിക, അവിടെ കേന്ദ്രീകരിച്ച ശേഷം തിരിച്ചു പോകും. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കുട്ടനാട്ടിലെ അമ്പലത്തിൻ്റെ സ്ഥലം കൂടെ തരാമെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ അവിടേക്ക് വന്ന് ഒരാഴ്ച ഫോളോ അപ്പ് ചെയ്താൽ ആളുകളെല്ലാം ഇങ്ങോട്ട് വരും, ഉറപ്പായിട്ട് വരും. അപ്പോൾ ആളുകളെല്ലാം ഇവിടെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികം അവിടെ കാര്യങ്ങൾ പ്രൈവറ്റ് ബസ് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ബസ് സ്റ്റാൻഡുകളും ഇച്ചിരി മാറി ടൗണിൽ നിന്ന് ഒതുങ്ങിയുള്ള സ്ഥലത്താണുള്ളത്. ഇവിടെയാണ് ഇങ്ങനെ നടുക്കുകൊണ്ട് വെച്ചിരിക്കുന്നത്. പോട്ടെ, അപ്പോൾ ആളുകൾ സ്വാഭാവികം ഇങ്ങോട്ട് വരും. ഇനി സാധനം മേടിക്കേണ്ടവർ എവിടെ വന്നാലും മേടിക്കുക. വ്യാപാരികളൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കടയുള്ളവർക്ക് അവർ എത്തിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൃത്യമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ വണ്ടി എല്ലാം തന്നെ ആ സ്റ്റാൻഡിൽ വന്നിട്ട് തിരിച്ചു പോകണം. ഒരിടത്തും റോഡിൽ നിർത്തിയിടാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് പുതിയ പഴയ സ്റ്റാൻഡിലുള്ള വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ ഒരു കാരണവശാലും സംഭവിക്കില്ല. അങ്ങനെ കണ്ടാൽ നടപടി സ്വീകരിക്കും. വണ്ടിയുടെ ഡ്രൈവർക്കെതിരെ കേസെടുക്കും, വണ്ടിക്കെതിരെ കേസെടുക്കും. പെർമിറ്റ് റദ്ദിയാൻ അപ്പം തന്നെ ഞാൻ റിപ്പോർട്ട് എഴുതി ഇപ്പം തന്നെ സസ്പെൻഡ് ചെയ്യും. ഇല്ല സാർ, ശരിയില്ലേ? ഞാൻ തന്നെ ഉറപ്പായിട്ടാണ് അറിയാം. അപ്പം അപ്പം തന്നെ ചെയ്തിരിക്കും. ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, സ്വാഭാവികം അങ്ങനെ സംഭവം. അപ്പം അങ്ങനെ ഒരു നടപടിയിലേക്ക് ദയവ് ചെയ്ത് പോകരുത്. നമുക്ക് സുഗമമായി കാര്യങ്ങൾ എത്തിക്കാം. നിങ്ങളെ ഇപ്പോൾ വരെ ഈ മൊമെന്റ് വരെ ദ്രോഹിച്ചിട്ടില്ല. ഒരിക്കലും ഞാനൊരു 3 ലൈസൻസ് എടുത്തു. അപ്പോൾ ഈ അലി അതിലെ വന്നിട്ട് കൊണ്ടു സാർ അത് കാരണം തിരിച്ചു പറഞ്ഞു. അദ്ദേഹം ഒരു എൻ്റെ ഓണേഴ്സിൻ്റെ ഒരു നേതാവാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ കൊണ്ടു. എനിക്കാരെയും ദ്രോഹിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു ഇതേയാണ് വിഷയം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളോടൊന്നും സഹകരിച്ചതിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. ഇപ്പം വരെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് തയ്യാറല്ല. പക്ഷേ ഇതിന് ക്രമവിരുദ്ധമായി കാര്യങ്ങൾ നടന്നാൽ നടപടികളുണ്ടാകും, കേസുകൾ എടുക്കും. അതിനകത്ത് നിങ്ങളതിനകത്ത് ബുദ്ധിമുട്ടുന്നല്ല. ആ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അത്തരം സാഹചര്യത്തിലേക്ക് പോകാതെ നിങ്ങൾ ഈ പുതിയ സ്റ്റാൻഡിൽ അവിടെ വന്ന് വണ്ടി തിരിച്ച് അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം പോവുക. ടൗണിൽ പാർക്ക് ചെയ്തത് ഒരു കമേഴ്ഷ്യലും അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷനിലൊക്കെ വണ്ടി കൂട്ടണൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ വലിയ വിഷയമാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 10 രൂപ എക്സ്ട്രാ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ പെട്ടെന്ന് 4 ചവിട്ടി എടുത്തിരിക്കും. ചിലപ്പോൾ അങ്ങോട്ട് കയറ്റി നിർത്തിയിരിക്കും. പ്രൈവറ്റ് ബസ്സുകാർ ഓട്ടോറിക്ഷക്കാരൊക്കെയാണ് ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ പൈസയുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓടുന്നവരാണ്. ഓട്ടോറിക്ഷക്കാരെ ക്ലിക്ക് ചെയ്ത് അടിച്ചു കയറി പോകുന്നു. പക്ഷെ നമ്മളവരെ ശല്യപ്പെടുത്താറില്ല. കാരണം അയാളുടെ ജീവിതമാർഗമാണ് ഓട്ടോ കൊണ്ട് അയാൾ അതിനുവേണ്ടി പരക്കം പറയില്ല. അത് നമുക്കറിയാം. അതുകൊണ്ടാണ് അയാളെ വഴക്ക് പറയാൻ കേസെടുക്കാത്തത്. എന്നാൽ അത് നിയമവിരുദ്ധമാണ്. എങ്കിലും ഇച്ചിരി സ്പീഡിൽ പോയി ഒരു ഓട്ടം കിട്ടിയ അയാൾക്ക് 100 എക്സ്ട്രാ കിട്ടിയാൽ അയാളുടെ വീട്ടിലേക്ക് കരിമണിക്കാവുന്ന സമാധാനം പോലീസിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ അത്രയും ചിലപ്പോൾ നോക്കാം അങ്ങനെ ഇട്ടതിരിക്കും. ചിലപ്പോൾ അവർ ഇടയ്ക്കൂടെ തിക്കി കയറി പോയി ധരിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. അവിടെ എല്ലാം നമ്മളൊരു മാനുഷിക പരിഗണനയാണ് തന്നെ. അതുകൊണ്ട് ബസ്സുകൾ ഒരു കാരണവശാൽ ടൗണിൽ പാർക്ക് ചെയ്യാനോ നിർത്തിയിടാനോ
സമ്മതിക്കത്തില്ല. ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യരുത്. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരിയിൽ എല്ലാ ബസ്സുകളും പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തണം. ചൊവ്വാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിലാണ് തീരുമാനം. മെയ് 30 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുത്തുമെന്ന് നഗരസഭ അധികൃതർ പറഞ്ഞു. ചെർപ്പുളശ്ശേരി ഇനി മുതൽ 30-ാം തീയതി മുതൽ ഒരു പുതിയ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുകയാണ്. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ലൈവാക്കിക്കൊണ്ട് ഇനി മുതൽ അവിടെയായിരിക്കും എല്ലാ ബസ്സുകളും സർവീസ് നടത്തേണ്ടത്. വെയിറ്റ് എല്ലാം അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ ഭാഗത്തു നിന്ന് വരുന്നതും പാലക്കാട്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, ഒറ്റപ്പാലം, പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും അവിടെ നിന്ന് ആയിരിക്കണം സർവീസ് ഇനി മുതൽ 30-ാം തീയതി മുതൽ സർവീസ് നടത്തേണ്ടത്. നേരത്തെ നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പുതിയ ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിനുമായാണ് വീണ്ടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. ചെർപ്പുളശ്ശേരിയിലെ എല്ലാ ബസ്സുകളും ഇനി പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തണമെന്ന നിർദ്ദേശം മുന്നിൽ വെച്ചാണ് ചർച്ച ആരംഭിച്ചത്. ഇതുമായി ഒരു പരിഷ്കരണവുമായി ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ലൈവ് ആക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. അപ്പോൾ അതുമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൽ നിങ്ങളുടെ ഏറിയ പങ്കും അല്ലെങ്കിൽ ആ ഒരു പിന്തുണ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം ഇതിന് പിന്തുണ അറിയിച്ചു. നേരത്തെ പറഞ്ഞ പുത്തനാക്കാവ് ക്ഷേത്രത്തിന്റെ സ്ഥലം കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കും. എനിക്ക് തോന്നുന്നത് ഈ 30-ാം തീയതി തന്നെ ഒരു ട്രയൽ എന്നുള്ള നിലയ്ക്ക് ഇത് തുടങ്ങണം. കാരണം പിന്നെ സ്കൂൾ എടുക്കാൻ പിന്നെ ഒരു 1-2 ദിവസം ഉണ്ടാവും. 30-ാം തീയതി നടപ്പാക്കണം. അതിനുശേഷം ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ കാളപ്പറമ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ പരിഷ്കാരം നടപ്പാക്കുക. ഇവിടെ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനും സ്ഥലപരിമിതി ഉള്ളതിനാൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും സുഗമമായി സർവീസ് നടത്തുന്നതിനും ഇത് ഉപകാരപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പരിഷ്കാരത്തിനായി കാളപ്പറമ്പ് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ക്ഷേത്രം അധികൃതരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് അനുകൂലമായ നിലപാടാണ് ക്ഷേത്രം അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. 30 മുതൽ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്നുമാണ് ബസ്സുകളിൽ യാത്ര ചെയ്യേണ്ടത്. കൂടാതെ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ബ്രഹ്മദത്തൻ റോഡ് വഴി ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് ബസ്സുകളിൽ കയറി പോകാമെന്നും നഗരസഭാ അധികൃതർ പറയുന്നു. നേരെ സ്കൂൾ വിടുന്നു. സ്കൂൾ വിട്ടിട്ട് ഇല്ലിക്കോട്രീശിയുടെ ആ ബ്രഹ്മദത്തൻ റോഡ് കൂടെ വളരെ സുന്ദരമായിട്ട് അങ്ങ് പോകാം. ഇവിടുന്ന് ചെറുപ്പശ്ശേരി ടൗണിൽ പോണ ആ ദൂരം കൊണ്ട് അവരെവിടെ എത്തും? ആഷിഖിന്റെ മുന്നിലെത്തും. ഒരു വിഷയവുമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട നിയമപാലകർ അവിടെ നിന്ന് നിൽക്കണം. സ്കൂൾ വിടുമ്പോഴും സ്കൂളിലെ സ്കൂളിലേക്ക് വരുന്ന സമയത്തും വളരെ സേഫായിട്ട് അങ്ങോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൺജഷൻ, നമ്മുടെ എല്ലാ ബ്ലോക്കുകളും നമുക്ക് തീരും. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. ഓട്ടോറിക്ഷക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനിയും ഒട്ടും വർദ്ധിക്കുകയുള്ളൂ. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലം റോഡിലടക്കം കച്ചവടം വർദ്ധിക്കുകയുള്ളൂ. ഉറങ്ങിക്കിടക്കുന്ന പാലക്കാടൻ റോഡും പഴയ നമ്മുടെ 3 കൂടി ഉറങ്ങിക്കിടക്കുന്ന ഒറ്റപ്പാലം റോഡും വളരെ ശക്തമായിട്ട് വികേന്ദ്രീകരിച്ചുകൊണ്ട് കച്ചവടം ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും സന്തോഷത്തോടു കൂടി ഈ തീരുമാനങ്ങൾ ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. 30-ാം തീയതി ഈ തീരുമാനം നമ്മൾ നടപ്പാക്കുമെന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുമരാമന്ത്രി തീരുമാനിക്കുന്നത്. നഗരത്തിലെ മറ്റ് ഗതാഗത പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഇപ്പൊ എല്ലാ കവലകളിലും ഓട്ടോ സ്റ്റാൻഡുകളുണ്ട്, ഓട്ടുണ്ട്, ഗ്രാമീണ ഓട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും കൂടി ഇവര് ചില ക്രിമിനലുകളെ പോലെ സ്വന്തമായിട്ട് പറഞ്ഞ് ഞാൻ പോയി ഓട്ടോക്കാരാണെങ്കിലും അങ്ങനെയുള്ള കുറെ ടീമുകൾ വന്നിവിടെ നമ്മളിച്ച് ഇതിന് ഏറ്റവും വെല്ലുവിളിക്കുന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഈ രേഖകൾ പരിശോധിച്ചുകൊണ്ട് കൃത്യമായി ഇതിനൊരു ക്രമീകരണം വരുത്തി നമ്പർ എടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. ചെറുപ്പശ്ശേരി ഏത് പോയിട്ട് മറത്താൽ പോലും ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ട് കാറോട് പോയിട്ട് എക്സാമ്പിൾ ഞാൻ ഏത് പോയിട്ട് കാറിന്റെ മുമ്പിൽ കാർ നിർത്തണം. എവിടെ എനിക്ക് നിർത്താൻ പറ്റും? കാരണം നിങ്ങളെ മോലാജിങ്ങളെ പണിക്കാരും വേണ്ടി തന്നെ ഉണ്ടാവും എന്റെ മുന്നിൽ. പിന്നെ ഞാൻ അവിടെ നിർത്താം. പിന്നെ 4 വരി പാതിയില്ല 1 വരി പാത നമ്മൾ നിർത്താൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് നടക്കണം കാർ പോലും. അപ്പൊ അവരുടെ സൗകര്യവും പാർക്കിംഗും ഒക്കെ നോക്കി നമ്മുടെ കച്ചവടം തന്നെ ഒരു 50% കച്ചവടം ചെറുപ്പശ്ശേരിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെറുപ്പശ്ശേരി കൂടുതൽ സൗകര്യങ്ങൾ വന്നാൽ വ്യാപാരികൾക്ക് ഒരു 50% കച്ചവടം കൂടി വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഇല്ലാത്തത് കൊണ്ട് ആളുകൾ തൊട്ടപ്പുറത്ത് അങ്ങാടികളിലേക്ക് മാർക്കറ്റുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇതൊക്കെ ദിവസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എടുക്കുന്ന തീരുമാനം
നമ്മൾ ലേശം പരിക്ക് പറ്റിയാലും ചെറിയ പരിക്ക് അല്ലെങ്കിൽ വലിയ പരിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ പരിക്ക് കേൾക്കുന്നത്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്നും ചെർപ്പുളശ്ശേരിക്ക് ഒരു ട്രാഫിക് യൂണിറ്റ് മേലധികാരികളോട് ആവശ്യപ്പെടുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ കവിരാജ് പറഞ്ഞു. നിങ്ങളോട് വളരെ സഗൗരവം വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയണം. നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാൻ തയ്യാറുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ ഇവിടെ വെക്കുന്ന സജഷൻ അംഗീകരിച്ചു പോകണം, യാതൊരു മാറ്റവും. അത് പോലീസിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് പുതിയൊരു നമ്മുടെ സ്റ്റാൻഡ് പണിഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങൾ കൊണ്ട്. നിങ്ങളെല്ലാവരും അവിടേക്ക് വരിക, അവിടെ കേന്ദ്രീകരിച്ച ശേഷം തിരിച്ചു പോകും. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കുത്തനാളിൽ അമ്പലത്തിന്റെ സ്ഥലം കൂടെ തരാമെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ അവിടേക്ക് വന്ന് ഒരാഴ്ച ഫോളോ അപ്പ് ചെയ്താൽ ആളുകളെല്ലാം ഇങ്ങോട്ട് വരും, ഉറപ്പായിട്ടും. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ യോഗത്തിൽ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൌൺസിലർമാർ, മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ബസ് അസോസിയേഷൻ ഭാരവാഹികൾ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിച്ചു. 77.97 വിജയശതമാനം. ഇത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ബൗദ്ധിക, സാമൂഹിക, മാനസിക വളർച്ചയിലെ നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ്. ഈ പ്രായത്തിൽ അവർക്ക് മികച്ച രീതിയിലുള്ള പഠന സഹായം നൽകുന്നതിലൂടെ അവരെ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സ്വായത്തമാക്കുകയും ചെയ്യാൻ അവസരം ലഭിക്കുകയാണ്. അതിനായുള്ള തീവ്ര പരിശ്രമത്തിന്റെയും നിതാന്ത ജാഗ്രതയുടെയും പ്രതിഫലനമാണ് ഇന്ന് നടക്കുന്ന ഈ ഫലപ്രഖ്യാപനം. നമ്മൾ സാധാരണ പറയാറുണ്ട്, സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും ഹയർ എഡ്യൂക്കേഷനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് ഹയർ സെക്കൻഡറി. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ഈ ബ്രിഡ്ജ് പാസ് ചെയ്യാൻ കടക്കാൻ സാധിക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ പൊതുവിൽ പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഹയർ സെക്കൻഡറി ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഇന്ന് ഫലം പ്രഖ്യാപിക്കുന്നത്. 2026 മാർച്ച് 6 മുതൽ 26 വരെ തീയതികളിലായിട്ടാണ് പരീക്ഷകൾ നടന്നത്. ഈ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4.52 ലക്ഷം വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 26,826 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. മാർച്ച് 6 മുതൽ 26 വരെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷ നടന്നത്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ സേ പരീക്ഷ നടത്തും. 1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേരാണ് പരീക്ഷ എഴുതിയത്. 2,90,398 പേർ പരീക്ഷയിൽ യോഗ്യത നേടി. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.81%, 70.06% വിജയമായിരുന്നു. ന്യൂസ് ഡെസ്ക് CCN. തിരുവനന്തപുരത്ത് നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ചുകളിൽ വ്യാപക സംഘർഷം. മലപ്പുറത്ത് പ്രകടനമായി എത്തിയ SFI പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. SP ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. ഇതോടെ പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
ഇതിനു പിന്നാലെ പ്രവർത്തകർ മറ്റു വഴികളിലൂടെ SP ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവേശിക്കുകയും ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറുകയും വെള്ളം പമ്പ് ചെയ്യുന്ന വാൾവ് മറ്റു ഭാഗത്തേക്ക് തിരിച്ചുവെക്കുകയും ചെയ്തു. ഇതിനിടെ ബാരിക്കേഡ് പൂർണ്ണമായും പ്രവർത്തകർ തകർത്തിരുന്നു. ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളിനുമിടയാക്കി ഓഫീസിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. CCN മലപ്പുറം. വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത ബൈക്ക് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആനമങ്ങാട് ഹൈസ്കൂളും പരിസരവും വൃത്തിയാക്കി DYFI ആനമങ്ങാട് മേഖലാ കമ്മിറ്റി. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് DYFI നിവേദനവും നൽകി. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃഷ്ണ തിയേറ്ററിന് സമീപത്തെ അപകടവളവ് നിവർത്തണമെന്നും അവിടെ അടിയന്തരമായി സൈൻ ബോർഡുകൾ, ഡിവൈഡറുകൾ, സ്പീഡ് ബ്രേക്കറുകൾ എന്നിവ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മേഖലാ കമ്മിറ്റി നിവേദനം നൽകി. ഇതോടൊപ്പം ആനമങ്ങാട് ടൗൺ മുതൽ ഹൈസ്കൂൾ വരെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി നടന്നുപോകാൻ 1 മീറ്റർ വീതിയിൽ വാക്വേ അനുവദിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുൻപായി ആനമങ്ങാട് ടൗൺ മുതൽ സ്കൂൾ വരെയുള്ള ഭാഗം JCB ഉപയോഗിച്ച് അടിയന്തരമായി വൃത്തിയാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും DYFI നിവേദനം സമർപ്പിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നിവേദന സമർപ്പണത്തിനും DYFI ആനമങ്ങാട് മേഖലാ പ്രസിഡന്റ് മുസ്തഫ, സെക്രട്ടറി അഭയ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശരണ്യ, ആദർശ്, ശാലിനി, മോഹനൻ, ഹരികൃഷ്ണൻ, ജംഷീർ എന്നിവർ നേതൃത്വം നൽകി. CCN ചെറുപ്പുളശ്ശേരി. വണ്ടൂർ കാപ്പിൽ CPM പ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിനിടെ മന്ത്രി AP അനിൽകുമാറിന്റെ ഫ്ലക്സ് തകർത്തു. Zindabad, Zindabad, CPIM Zindabad, CPIM Zindabad, Reserve Zindabad, Reserve Zindabad, Nattugare Aringille, Nattugare Kettille, Congressinte Temmaditam, Anil Kumar Ilvakke, Ayyarattil Valamakko, Ayyarattil Valamakko, Ottugalitto Congresse, Ottugalitto UDF, Zindabad, 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 Reserve Zindabad, Nattugare Aringille, Nattugare Kettille, തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ വീഴ്ചടിക്കും കത്തായോ, വീഴ്ചടിക്കും കത്തായോ. സിന്ദാബാദ്, സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്,
കാപ്പിലെ ബാർബർ ഷോപ്പിൽ മുടിവെട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ സഖാവിനെ ഒരു കാരണവും കൂടാതെ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു എന്നുള്ളതിനെ കൊണ്ടും വണ്ടൂരിന്റെ MLA മന്ത്രിയാണ് എന്നുള്ളതിനെ കൊണ്ടും ബാർബർ ഷോപ്പിൽ മുടിവെട്ടിക്കൊണ്ടിരുന്ന പാവപ്പെട്ട സഖാവിനെ കയറി കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഗുണ്ടാ സംഘം സ്വീകരിച്ചത്. ഈ ഗുണ്ടാ സംഘത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ MLAയും മന്ത്രിയും അടക്കമുള്ള ആളുകൾ വണ്ടൂരിൽ സ്വീകരിച്ചു പോരുന്നത്. ഇന്നലെ പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 2 പ്രതികൾ വീണ്ടും പുറത്തു കൂടെ നടക്കുകയാണ്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് CPM-ന് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ വണ്ടൂരിലെ പോലീസ് അവിടെ സാക്ഷിയാണ്. ഈ MLAയുടെയും മന്ത്രിയുടെയും വാക്ക് കേട്ട് കോൺഗ്രസിന് വിടിപണി ചെയ്യാൻ വണ്ടൂരിലെ പോലീസ് തയ്യാറാവുകയാണെങ്കിൽ CPM-ന്റെ ഈ പ്രകടനം നാളെ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്കാകും എന്നുള്ളത് സൂചിപ്പിക്കാൻ ഈ CCN പെരിന്തൽമണ്ണ. CPM AP അനിൽകുമാറിന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് UDF-ഉം പ്രകടനം നടത്തി. UDF പ്രകടനത്തിലും കൊലവിളി മുദ്രാവാക്യം ഉയർന്നു. CPM പ്രവർത്തകരെ ആക്രമിച്ചത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് ആരോപിച്ചാണ് CPM വണ്ടൂർ അങ്ങാടിയിൽ ആദ്യ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പ്രകടനത്തിനിടെ മന്ത്രിയും വണ്ടൂർ MLAയുമായ AP അനിൽകുമാറിന്റെ ഫ്ലക്സ് ബോർഡുകൾ അടക്കം വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. MLAയുടെ ഫ്ലക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് തൊട്ടുപിന്നാലെ UDF-ഉം ടൗണിൽ മറുപടി പ്രകടനം നടത്തി. ഞങ്ങളോട് കളിക്കണ്ട, ഒരു പ്രാദേശിക ഒരു വാർഡിലുണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമായി വണ്ടൂർ ടൗണിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തുകയും ബഹുമാന്യനായ നമ്മുടെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ അവരുടെ ബോർഡും ഫ്ലക്സും അതേപോലെ അദ്ദേഹത്തിൻ്റെ ലൈറ്റിലുള്ള ബോർഡൊക്കെ തച്ച് തകർത്തുകൊണ്ട് വളരെ ക്രൂരമായ രീതിയിൽ CPM ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ചെറിയ ഒരു പ്രാദേശിക പ്രശ്നം CPM ആണ് ഈ പ്രശ്നം ഇവിടെ തുടങ്ങി വെച്ചത്. വണ്ടൂർ കാപ്പിൽ എന്ന പ്രദേശത്ത് ഒരു പ്രശ്നവുമില്ലാത്ത വണ്ടൂരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ തുടങ്ങി വെച്ചത് CPM ആണ്. അതിന്റെ അലയൊലിയാണ് ഈ നിയമസഭാ ഇലക്ഷനിൽ UDF അതിന്റെ ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. CCN പെരിന്തൽമണ്ണ. നിലമ്പൂർ കാക്കാടംപൊയിൽ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് പെട്ടെന്ന് തീ പിടിച്ചു. കള്ളിപ്പാറയ്ക്കും പീടികപ്പാറയ്ക്കും ഇടയിലാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ തീ പടരുന്നതിന് മുൻപ് തന്നെ സമയത്ത് പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിവരമറിഞ്ഞ് മുക്കത്ത് നിന്നും ഫയർഫോഴ്സ് സംഘം ഉടനടി സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലം തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാൻ സാധിച്ചു. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. CCN പെരിന്തൽമണ്ണ. അപകട ദുരന്ത രക്ഷാപ്രവർത്തന മേഖലയിലെ സജീവ സാന്നിധ്യമായ മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ ഭാഗമാകാൻ പൊതുജനങ്ങൾക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടന്നത്.
3 ഘട്ടങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന പരിശീലന പരിപാടിയുടെ 1ാം ഘട്ടം കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹാളിൽ വെച്ച് നടന്നു. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സണും ട്രോമ കെയർ രക്ഷാധികാരിയുമായ പച്ചേരി സുരയ്യ ഫാറൂഖ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രവർത്തകരുടെ മക്കൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും ചടങ്ങിൽ വെച്ച് യൂണിറ്റ് പ്രസിഡന്റ് ഹുസൈൻ കക്കൂത്ത് നിർവഹിച്ചു. പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രെയിനർമാരായ ഡോക്ടർ മുഹമ്മദ് യാസറിന്റെ നേതൃത്വത്തിൽ ഷമീർ, പ്രസീത എന്നിവരാണ് 1ാം ഘട്ട പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരിയിൽ എല്ലാ ബസ്സുകളും പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തണം. ചൊവ്വാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിലാണ് തീരുമാനം. മെയ് 30 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുത്തുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ചുകളിൽ വ്യാപക സംഘർഷം. മലപ്പുറത്ത് പ്രകടനമായി എത്തിയ SFI പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് ജലപീരങ്കി വാഹനത്തിനു മുകളിൽ കയറി പ്രതിഷേധിച്ചു. നിലമ്പൂർ കാക്കാടം പൊയിൽ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് പെട്ടെന്ന് തീപിടിച്ചു. കള്ളിപ്പാറയ്ക്കും പീടികപ്പാറയ്ക്കും ഇടയിലാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ തീ പടരുന്നതിന് മുൻപ് തന്നെ സമയത്ത് പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.